നമ്മുടെ അനീഷേട്ടനെ നമ്മുടെ അനുമോളുടെ അടുത്തൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മുടെ അനുമോൾ ഇന്നലെ രാത്രിയിൽ സോഫയുടെ അടിയിലായിരുന്നു കിടന്നത്. അവർ കാണാതെ എല്ലാവരും കൂടെ വന്നിട്ട് സംസാരിക്കുമോ വല്ല ഇറിറ്റേറ്റ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് പുള്ളിക്കാരത്തി രാത്രി സോഫയുടെ അടിയിലായിരുന്നു കിടന്നത്. കാരണം നെവിൻ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പം അനീഷേട്ടൻ രാവിലെ എഴുന്നേറ്റ് അനുമോളെ കണ്ടപ്പോൾ അനുമോൾക്ക് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ കൊണ്ട് കൊടുത്തു. അത് മാത്രമല്ല, ഇന്ന് അനുമോൾ വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ തുമ്മിയപ്പോൾ അനീഷേട്ടൻ പെട്ടെന്ന് അനുമോളെ താറയിൽ ഇരിക്കുന്നതുകൊണ്ടാണോ തുമ്മുന്നത്, അങ്ങനെ ഇരിക്കാതെ അവിടെയൊക്കെ പൊടിയുണ്ടെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അനീഷേട്ടാ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അനീഷേട്ടാ, ഞാൻ തറയിലിരുന്നാലും എവിടെ ഇരുന്നാലും എനിക്ക് അങ്ങനെ തുമ്മലൊന്നും വരത്തില്ല, പൊടിയുടെ അലർജി ഒന്നും അല്ല, ഇതിപ്പോൾ എന്തോ മൂക്കി കയറിയിട്ട് ഞാൻ തുമ്മിയതാന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ അനുമോൾക്ക് അതേപോലെ തന്നെ അനീഷേട്ടനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആദിലയുടെ നൂറയുടെ അടുത്തൊക്കെ ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട്. അനീഷേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ പുള്ളിക്കാരത്തിയെ സ്നേഹം കൊണ്ട് പൊതിയുമായിരിക്കും, നല്ല സ്നേഹമായിരിക്കും. ഇവിടെ കാണുന്ന പോലത്തെ മനുഷ്യനൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ അക്ബറും പുള്ളിക്കാരത്തിയും വൈഫും തമ്മിൽ നോക്കിക്കുക. അക്ബർ ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്തൊരു മുരടനാണ് ഇവൻ, എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഒരാളെ. പക്ഷേ ആ വൈഫായിട്ടൊക്കെ നല്ലൊരു ബോണ്ടിങ്ങും ഒരു കെമിസ്ട്രിയൊക്കെ ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ആയിരിക്കും അനീഷേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനീഷേട്ടനാണ് അവിടെ വന്നിരിക്കുന്ന സമയത്ത് അനീഷേട്ടനാണെങ്കിൽ നമ്മുടെ അക്ബറൊക്കെ ഉണ്ടാക്കിയ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുമോൾ ചോദിക്കുന്നത്, അനീഷേട്ടൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് അനീഷേട്ടന് വേണ്ടേ, എന്താ അനീഷേട്ടൻ അത് കഴിക്കാതെ ഇവരുടെ കഴിക്കുന്നത്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം അനുമോൾ പറയാണ്, അനീഷേട്ടൻ അത് കഴിക്കുക, അനീഷേട്ടൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ ഞങ്ങൾ ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസ് നൈറ്റ് തരാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും അനീഷേട്ടൻ അത് കഴിച്ചിട്ട് നിറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും തരാം കേട്ടോ അനീഷേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോളുടെ ഈ വർത്താനൊക്കെ കേൾക്കുമ്പോൾ അനീഷേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, നല്ല കള്ളച്ചിരിയൊക്കെ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഓൾറെഡി അനീഷേട്ടൻ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്ത് ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്, ജിസേലിനെ ഇഷ്ടമാണ്, അനുമോളെ അതേപോലെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളിങ്ങനെ അനീഷേട്ടൻ ഇങ്ങനെ ചുമ്മാ കളിയൊക്കെ ആക്കുകയും ചെയ്യും. ആ ഒരു പറച്ചിലിന് ശേഷം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കൂടെ ഒരു അഫെക്ഷനും സ്നേഹവും കരുതലും കെയറും ഒക്കെ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.